എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ ഒട്ടാകെ പ്രത്യേകിച്ച് മലയാളികൾക്ക് യാതൊരു വിധത്തിലുള്ള മുഖവുരയും ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചില പ്രസ്താവനകൾ പറഞ്ഞു. ശ്രീനാരായണ ഗുരു എന്തല്ലായിരുന്നോ അതെല്ലാം ആയിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്ന് തോന്നി. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ അല്ല എന്ന് അദ്ദേഹം ഒരു പാസിംഗ് സ്റ്റേറ്റ്മെൻ്റ് അവിടെ നടത്തി. അതുവഴി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തായാലും അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന പൂർണ്ണമായും സത്യവിരുദ്ധമാണ്, അത് അബദ്ധവുമാണ്. സനാതനധർമ്മത്തിനെപ്പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള, അതിൻ്റെ വക്താവും പ്രയോക്താവുമായി തൻ്റെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏതെങ്കിലും കപട ബുദ്ധിജീവികൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾക്കപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ എന്തായിരുന്നു, അദ്ദേഹം എഴുതിയിരുന്നത് എന്താണ്, അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അദ്ദേഹം അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നുവെന്നും അതുവഴി സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവും എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ടാകും. അത്തരത്തിലുള്ള ബോധ്യമുണ്ടാകാതെ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനകൾ സമൂഹത്തിലേക്ക് വമിപ്പിക്കുക എന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താ പദ്ധതികളിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ സഹിതമാണ് അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നു, പ്രയോക്താവായിരുന്നു എന്ന് സ്ഥാപിക്കാനായി നമ്മൾ ശ്രമിക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം, ശ്രീനാരായണ ഗുരുദേവൻ 30-ലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അതെല്ലാം തന്നെ തന്ത്രവിധി പ്രകാരം തന്നെയാണ് നടത്തിയിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പല ആൾക്കാരും പറയുന്നുണ്ട് കളവങ്കോട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠ എന്നത് സനാതനധർമ്മ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയായിരുന്നു, അത് താന്ത്രിക വിധിപ്രകാരമായിരുന്നില്ല എന്ന്. എന്നാൽ അത് അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം അവിടെ കേവലം ഒരു കണ്ണാടി പ്രതിഷ്ഠിക്കുക എന്നതിനപ്പുറത്തേക്ക് കണ്ണാടിയെ ഒരു പീഠമായി കണ്ടുകൊണ്ട് അതിൽ ഓം ശാന്തി എന്ന് എഴുതിച്ച് അങ്ങനെ പ്രണവ മന്ത്രത്തിനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളവങ്കോട്ടെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് തന്നെ പ്രണവ പ്രതിഷ്ഠയാണ്, അത് താന്ത്രികമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തന്നെയുമല്ല, ഇതേ പ്രതിഷ്ഠ നടത്തുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള ഉപദേവതകളെ, അതെല്ലാം തന്നെ സനാതനധർമ്മ പ്രകാരമുള്ള ഉപദേവതകളെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അവിടെ പ്രതിഷ്ഠിച്ചത് എന്നുകൂടി മനസ്സിലാക്കിയാൽ പല ആൾക്കാരും ഇത്തരത്തിൽ എന്തിനാണ് സനാതനധർമ്മത്തിനെ വെല്ലുവിളിക്കാനായിട്ട് ഈ സംഭവത്തിനെ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകും. ഇനി മറ്റൊന്ന്, അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് അവ വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് ഇക്കൂട്ടർ വിശദീകരിക്കാൻ തയ്യാറാകണം. അവിടെയുള്ള ആചാര പൂജാ പദ്ധതികളെല്ലാം തന്നെ സനാതനധർമ്മ പ്രകാരമുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകളും സമ്പ്രദായങ്ങളും തന്നെയാണ് എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് തമിഴ്നാട്ടിലും മറ്റും കാണുന്ന ഒരു ട്രെൻഡുണ്ട്. അതായത് ശിവഭക്തരായിട്ടുള്ള ആൾക്കാരെല്ലാവരും സനാതനധർമ്മ വിശ്വാസികളല്ല, മറിച്ച് അത് പ്രത്യേകമായിട്ടുള്ള ഒരു ശിവ സെക്റ്റാണ് എന്ന രീതിയിലത്തേക്ക് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ആരാധനാമൂർത്തിയുമായി ബന്ധപ്പെട്ട് അതൊന്നും തന്നെ സനാതനധർമ്മത്തിൻ്റെയോ ഹിന്ദു ധർമ്മത്തിൻ്റെയോ ഭാഗമല്ല, അതൊക്കെ തന്നെ വെവ്വേറെ നിലനിൽപ്പുകളുള്ള സ്വതന്ത്രമായിട്ടുള്ള ധാരകളാണ് എന്നൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ DMKയും മറ്റും അതിൻ്റെ വക്താക്കളാണ് എന്നതിനെപ്പറ്റിയും നമുക്കറിയാം. എന്നാൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രചനകൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആരാധനാ സങ്കല്പത്തിനെ മാത്രം പിന്തുടർന്നിരുന്ന വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം എന്നത് മനസ്സിലാക്കും. അദ്ദേഹം ദേവിയെക്കുറിച്ച് സ്തുതികളും ശ്ലോകങ്ങളും എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ശിവനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഗണപതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം സുബ്രഹ്മണ്യനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വിവിധ സമ്പ്രദായങ്ങളിലുള്ള എല്ലാവിധ ആരാധനാമൂർത്തികളെക്കുറിച്ചും ദേവതകളെക്കുറിച്ചും അദ്ദേഹം ശ്ലോകങ്ങളും കീർത്തനങ്ങളും ഒക്കെ തന്നെ രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പാളയത്തിൽ കൊണ്ട് കെട്ടുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഇനി ഇതല്പം വിശദമായി പരിശോധിച്ചാൽ അദ്ദേഹം എന്തൊക്കെ കൃതികളാണ് എഴുതിയിട്ടുള്ളത്, ഏതൊക്കെ ദേവതകളെ, ഏതൊക്കെ ആരാധനാമൂർത്തികളെ, ഏതൊക്കെ ദൈവങ്ങളെയാണ് അദ്ദേഹം പ്രകീർത്തിച്ച് ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നതിനെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. വിനായക അഷ്ടകം എന്ന സ്തോത്രകൃതിയുണ്ട്, ശ്രീ വാസുദേവാഷ്ടകമുണ്ട്, വിഷ്ണു അഷ്ടകമുണ്ട്, ദേവീസ്തവമുണ്ട്, കാളിനാടകമുണ്ട്, ജനനി നവരത്നമഞ്ജരിയുണ്ട്, ഭദ്രകാളി അഷ്ടകമുണ്ട്, ഷൺമുഖ സ്തോത്രമുണ്ട്, ഷൺമുഖ ദശകമുണ്ട്, സുബ്രഹ്മണ്യ കീർത്തനമുണ്ട്, ഗുഹാഷ്ടകമുണ്ട്, ബാഹുലേയാഷ്ടകമുണ്ട്, ശിവപ്രസാദ പഞ്ചകമുണ്ട്, സദാശിവ ദർശനമുണ്ട്, ശിവശതകമുണ്ട്, അർദ്ധനാരീശ്വര സ്തവമുണ്ട്, കുണ്ടലിനിപ്പാട്ടുണ്ട്, ഇന്ദ്രിയ വൈരാഗ്യമുണ്ട്, ചിദംബരാഷ്ടകമുണ്ട്, ദൈവദശകമുണ്ട്, ബ്രഹ്മവിദ്യാ പഞ്ചകമുണ്ട്, നിർവൃതി പഞ്ചകമുണ്ട്, ശ്ലോകത്രയിയുണ്ട്, ഹോമമന്ത്രമുണ്ട്, വേദാന്ത സൂത്രമുണ്ട്, ദൈവചിന്തനമുണ്ട്, ആത്മവിലാസമുണ്ട്. അങ്ങനെ മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള സനാതനധർമ്മപ്രകാരമുള്ള ദാർശനികമായിട്ടുള്ള നിരവധി കൃതികളാണ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ളത്.
ഇതെല്ലാം തന്നെ സനാതന ധർമ്മവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ രചിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് ഒരു ബാലപാഠമാണ്. അതുപോലും കൃത്യമായി മനസ്സിലാക്കാതെ, നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യാതെ ശ്രീനാരായണ ഗുരുദേവൻ എന്തായിരുന്നോ അതായിരുന്നില്ല അദ്ദേഹം എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള വൃഥാശ്രമത്തിന് മുഖ്യമന്ത്രി തുനിയരുത് എന്നാണ് അദ്ദേഹത്തിനോടുള്ള അഭ്യർത്ഥന. ഇനി സനാതനധർമ്മത്തിനെ എതിർക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അതേ ശ്വാസത്തിൽ തന്നെ എതിർക്കുന്ന മറ്റൊന്ന് സംസ്കൃതം എന്ന ഭാഷയാണ്. വരേണ്യവർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഭാഷയാണ് എന്ന നിലയ്ക്ക് സംസ്കൃതത്തിനെ കൂടി ഇവർ എതിർക്കുന്നുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃതത്തിനെ വളരെ മനോഹരമായി പഠിക്കുകയും അതിനെ സ്വായത്തമാക്കുകയും അനായാസമായി സംസ്കൃതത്തിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പല ശ്ലോകങ്ങളും മന്ത്രങ്ങളും എല്ലാം തന്നെ സംസ്കൃത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം രചിച്ചിരുന്നത് എന്നതും കാണാം. അപ്പോൾ അദ്ദേഹത്തിന് സനാതനധർമ്മത്തിനോട് മാത്രമല്ല സംസ്കൃതം എന്ന ഭാഷയോടും യാതൊരു വിധത്തിലുള്ള വിരോധവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയല്ല, അതിനെയെല്ലാം തന്നെ അദ്ദേഹം അഗാധമായി സ്നേഹിച്ചിരുന്നു. അതിൻ്റെ എല്ലാം തന്നെ വക്താവും പ്രയോക്താവുമായിരുന്നു ഗുരുദേവൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി സനാതനധർമ്മത്തിനെ എതിർക്കുന്ന ആൾക്കാർ സംസ്കൃത ഭാഷയെ എതിർക്കുന്നത് പോലെ തന്നെ എതിർക്കുന്ന മറ്റൊന്ന് വേദങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയാണ്. വേദങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ആഴത്തിൽ പഠിച്ചിരുന്ന, ഉപനിഷത്തുകളെപ്പറ്റി വളരെ കൃത്യമായി പഠിച്ചിരുന്ന, ഇതിൻ്റെ പല വ്യാഖ്യാനങ്ങളും ചമച്ചിരുന്ന, ആൾക്കാരോട് ഇതിനെപ്പറ്റിയൊക്കെ തന്നെ വിശദീകരിച്ച് പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെന്ന് ഇക്കൂട്ടർക്ക് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് അദ്ദേഹം ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത സമൂഹത്തിൽ ഉണ്ടാകും എന്നതുകൊണ്ട് മനഃപൂർവ്വം അതിനെക്കുറിച്ച് ഇക്കൂട്ടർ പറയാറില്ല. അദ്ദേഹം വേദങ്ങളെയോ ഉപനിഷത്തുകളെയോ മന്ത്രത്തെയോ തന്ത്രത്തെയോ യന്ത്രത്തെയോ എതിർത്തില്ല എന്ന് മാത്രമല്ല, അതിനെയെല്ലാം തന്നെ സ്വീകരിക്കുകയും അതിനെക്കുറിച്ചെല്ലാം തന്നെ വളരെ ശ്ലാഘനീയമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ദൈവചിന്തനം 1-ാം ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വായുലോകവാസികളിൽ ചിലർക്ക് പാലിലും ചിലർക്ക് നെയ്യിലും ചിലർക്ക് തേനിലും ചിലർക്ക് പായസത്തിലും ചിലർക്ക് പഴവർഗ്ഗത്തിലും ചിലർക്ക് പലഹാരങ്ങളിലും ചിലർക്ക് കന്ദവർഗ്ഗങ്ങളിലും പ്രീതിയുണ്ട്. ചിലരുടെ പ്രീതി പരിമളദ്രവ്യത്തിൽ, ചിലരുടെ പ്രീതി മന്ത്രത്തിൽ, ചിലർക്ക് തന്ത്രത്തിൽ, ചിലർക്ക് യന്ത്രത്തിൽ, ചിലർക്ക് നൃത്തത്തിൽ, ചിലർക്ക് വാദ്യത്തിൽ, ചിലർക്ക് ഗാനത്തിൽ, ചിലർക്ക് സകലത്തിലും പ്രീതിയുണ്ട്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി ഏതൊക്കെ രീതിയിലാണോ ദേവപ്രീതിക്കായിട്ട് നമ്മൾ ആചാര പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഇവിടെ എൻഡോഴ്സ് ചെയ്യുകയാണ്. അതല്ലാതെ ഇതിനെ ഒന്നും തന്നെ അദ്ദേഹം തള്ളിപ്പറയുകയല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ആരാധനാമൂർത്തിക്കുള്ള നേദ്യമാണ്, ചിലത് പ്രീതിക്കായിട്ടുള്ള മന്ത്രങ്ങളാണ്, തന്ത്രങ്ങളാണ്, യന്ത്രങ്ങളാണ്. അതുപോലെ തന്നെ വാദ്യം, നൃത്തം, ഗാനം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. അതിൽ തന്നെ ഇതിലേതെങ്കിലും ചില കാര്യങ്ങളോ എല്ലാത്തിലുമോ പ്രീതിയുള്ള ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നതോർക്കുക. ഇത് സനാതനധർമ്മമല്ലാതെ മറ്റൊന്നല്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് മോക്ഷം എന്നത്. ആ മോക്ഷത്തിനെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവചിന്തനത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ശുദ്ധ ദൈവങ്ങളെ ഭജിച്ച് പ്രസാദിപ്പിക്കണം. അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഹൃദയപ്രസാദമുണ്ടായി ഐഹിക ഭോഗങ്ങൾ സകലവും ന്യായമായി അനുഭവിച്ച് തൃപ്തി വന്ന് ഭോഗങ്ങളിൽ വൈരാഗ്യമുണ്ടായി ബ്രഹ്മജ്ഞാനികളാകുന്നതിനും സംഗതി വരുന്നു. ഒരു പക്ഷം തജ്ജന്മനി കർമ്മശേഷത്താൽ ഇതിന് സംഗതി വരാതെ പോയാലും ആയുരന്ത്യത്തിൽ നമ്മുടെ ഉപാസനാമൂർത്തികളായ ശുദ്ധദൈവങ്ങൾ വസിക്കുന്ന ദിവ്യസ്ഥാനത്ത് ചെന്ന് അവരോടുകൂടി അങ്ങുള്ള ദിവ്യഭോഗങ്ങളെ ഭുജിച്ച് നിവൃത്തന്മാരായി ഭൂമിയിൽ വന്ന് പുണ്യയോനികളിൽ പിറന്ന് ഉത്തമ ഗുണങ്ങളോടുകൂടി വളർന്ന് സകല ഭോഗങ്ങളിലും വിരക്തി സംഭവിച്ച് ബ്രഹ്മജ്ഞാനികളായി സുഖിച്ചിരുന്ന് പരമപദം പ്രാപിക്കുന്നതിലേക്ക് യാതൊരു സംശയവുമില്ല. ഇതൊന്നും തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദമല്ല, മറിച്ച് സനാതനധർമ്മ പ്രകാരമുള്ള വിശ്വാസ സംഹിതകളാണ്. ഇനി കേരള കൗമുദി ദിനപത്രത്തിൽ 2023 ഗുരുദേവൻ എങ്ങനെയായിരുന്നു സനാതനധർമ്മ പ്രചാരകനായിരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ലേഖനമുണ്ടായിരുന്നു. അതിൽ കേരള കൗമുദിയുമായി ബന്ധപ്പെട്ട ചില പഴയ ലേഖനങ്ങളിൽ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും ചില പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ചുണ്ടായിരുന്ന പരാമർശങ്ങളെക്കുറിച്ചും കോട്ട് ചെയ്യുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: 1101 കന്നി 23, അതായത് വർഷം 1925, കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ ഒരു സംവാദത്തിൽ മതസംഹിതകൾക്ക് അടിസ്ഥാനം സനാതനധർമ്മമാണെന്ന് ഗുരു വ്യക്തമാക്കിയിട്ടുണ്ട്. സംവാദം നടത്തിയത് CV കുഞ്ഞിരാമനാണ്. അതിൽ ഗുരു ഇങ്ങനെ പറയുന്നു: സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല. ഇത് ശ്രീനാരായണ ഗുരു വൈഖരി എന്ന പുസ്തകത്തിൽ ഡോക്ടർ T. ഭാസ്കരൻ്റെ പുസ്തകം പേജ് നമ്പർ 179 അതുണ്ട് എന്ന് റെഫറൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുരുദേവൻ ഇവിടെ പറയുന്നത് തന്നെ സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല. അതായത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം
സനാതനപരമായിട്ടുള്ള വിശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സനാതനമായിട്ടുള്ള നാശമില്ലാത്ത ഒരു സത്യം, ഒരു ധർമ്മം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. സനാതനമായിട്ടുള്ള ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് സനാതന ധർമ്മം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഗുരുദേവൻ സനാതനം എന്നുള്ള ഒരു വാക്ക് തന്നെ എങ്ങും ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. നോക്കുക, ഇവിടെ കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ ഒരു സംവാദമാണ് 1925 അതിൽ വളരെ വ്യക്തമായി ഗുരുവിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് പറയുന്നുണ്ട്. അത് ഡോക്ടർ ടി ഭാസ്കരൻ്റെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. ഇനിയും തൃപ്തിയില്ല എങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടി ഈ ലേഖനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 1102 മേടം 26, അതായത് വർഷം 1927, പള്ളാത്തുരുത്തിയിൽ വെച്ച് കൂടിയ SNDP യോഗത്തിൻ്റെ 24ാം വാർഷിക യോഗത്തിലും ഗുരു സനാതന ധർമ്മത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. മതം മനുഷ്യരെ ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതായിരിക്കണമെന്ന് ഉപദേശിച്ചതിന് ശേഷം ഗുരു പറയുന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതന ധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമ രീതിയായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. ഇതും ശ്രീനാരായണ ഗുരു വൈഖരി എന്ന പുസ്തകത്തിൽ പേജ് 278 കൊടുത്തിട്ടുണ്ട് എന്നുള്ള റെഫറൻസും കേരള കൗമുദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും പ്രചാരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി എന്ന് പറയുന്നത് തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതാണ്. ഇതിനെ തന്നെ പല രീതികളിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് സനാതനധർമ്മത്തിന് വിരുദ്ധമായി ഇതിനെ ചിത്രീകരിക്കാനായി ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം സനാതനധർമ്മത്തിൽ 33 കോടി ദൈവങ്ങളുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ അതിനെയൊക്കെ തന്നെ തിരസ്കരിച്ചിരുന്നുവെന്നും ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന രീതിയിലത്തേക്ക്, ഏകദൈവ വിശ്വാസം ആ രീതിയിലത്തേക്ക് അദ്ദേഹം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സനാതന വിരുദ്ധനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഗുരുദേവൻ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതന ധർമ്മം അങ്ങനെയുള്ള മതമാകുന്നു എന്നാണ്. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ സനാതന ധർമ്മ പ്രകാരമുള്ളതാണ് എന്നും അതൊരു മതമാണ് എന്നും പറയുന്നുണ്ട്. പല ആൾക്കാരും അവിടെയും ഹിന്ദു മതം എന്നത് രീതിയിലത്തേക്ക് കൺസിഡർ ചെയ്യാമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഭാരതീയമായി നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങളെല്ലാം സനാതന ധർമ്മ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് ഹിന്ദുമതമായാലും ജൈനമതമായാലും ബുദ്ധമതമായാലും ഒക്കെ തന്നെ സനാതനമായിട്ടുള്ള ധർമ്മത്തിൻ്റെയോ സത്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന ധാരകളും സമ്പ്രദായങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇനിമേലിൽ സനാതനം എന്നുള്ള ഒരു വാക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിട്ടില്ല എന്നോ അതിനെ അദ്ദേഹം മനഃപൂർവ്വം ഒഴിവാക്കി എന്നോ പറയുന്ന ആൾക്കാർക്ക് ഈ ഉദ്ധരണി കേരള കൗമുദിയെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു വൈഖരി എന്ന ഈ പുസ്തകത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കാരണം അത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളെ പൊളിച്ചെഴുതേണ്ടുന്ന കാലം എന്നേ കഴിഞ്ഞുപോയി. ഇനിയെങ്കിലും അത് ചെയ്തില്ല എങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്തായിരുന്നോ അതായിരുന്നില്ല അദ്ദേഹം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടുതൽ ബലപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല. ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുമ്പോൾ അത് തന്നെ അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലയാണ് എന്നത് മറക്കരുത്. അതിൻ്റെ ഏറ്റവും വലിയ വക്താവും പ്രയോക്താവുമായി നാം അറിയുന്നത് ആദിശങ്കരനെയാണ് എന്ന കാര്യവും മറക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ സനാതനധർമ്മത്തിൻ്റെ ബിംബങ്ങളെയാണ് നമ്മൾ കാണുന്നത് എന്നത് മറന്നുകൂടാ. ഇനി മറ്റൊന്നുകൂടി പറയാം. ഈ രീതിയിലുള്ള അദ്വൈത വേദാന്ത സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ വേദാന്ത സൂത്രം എന്ന കൃതിയിലുമുണ്ട്. ഇത് ഒരു സൂത്രമാണ്, അതായത് വലിയ ഒന്നിനെ ചെറിയ കുറച്ച് വാക്കുകളിൽ സംഗ്രഹിക്കുക എന്നുള്ളതാണ് പലപ്പോഴും സൂത്രങ്ങൾ ചെയ്യുക. ഇപ്പോൾ എന്താണ് സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ അത് നാശമില്ലാത്തതാകുന്നു, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് വിസ്തര ഭയം കാരണം ഒരാളിനോട് അത് വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏറ്റവും ലളിതമായിട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ സാധാരണ അത് ഹിന്ദുമതം അല്ലെങ്കിൽ ബുദ്ധമതം ജൈനമതം എന്നൊക്കെ മാത്രം പറയുന്നത് പോലെ അതിൻ്റെ ഒരു സാരാംശം അതിൽ ഉൾക്കൊള്ളുന്നു, എന്നാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം അതിൽ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് സാധാരണഗതിയിൽ നമ്മളൊരു കാര്യത്തിനെ സംഗ്രഹിക്കുമ്പോൾ പറ്റുന്നത്. എന്നാൽ വേദാന്ത ദർശനത്തിനെ വളരെ കൃത്യമായി 24 ശ്ലോകങ്ങളിലാക്കി സൂത്രരൂപത്തിലേക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരല്പം പോലും അർത്ഥം ചോരാതെ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നത് മനസ്സിലാക്കുക. വേദാന്ത സൂത്രത്തിൻ്റെ അവസാന വരി തന്നെ തസ്മാത് തസ്യ സത്വാച്ച എന്നാണ്. അതിനർത്ഥം തന്നെ നിലനിൽക്കുന്നത് ബ്രഹ്മം മാത്രമാണ് എന്നാണ്. അതുതന്നെ അദ്വൈത വേദാന്ത ദർശനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം തമിഴ്നാട്ടിലെ DMKയുടെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും അടക്കം സനാതനധർമ്മത്തിനെ നിരന്തരമായി ഇങ്ങനെ തള്ളിപ്പറയുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഹിന്ദു വിഭാഗത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ആശയ പദ്ധതികളുടെ, ആരാധനാ സമ്പ്രദായങ്ങളുടെ, ദേവതാ സങ്കല്പങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആൾക്കാരെല്ലാവരും തന്നെ വ്യത്യസ്ത ധാരകളായി നിൽക്കണം എന്നും അങ്ങനെ ഒന്നിച്ച് ഒരു ഹിന്ദു യൂണിറ്റി ഉണ്ടാകരുത് എന്നും ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാർ പണ്ട് മുതൽ തന്നെ ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവും പ്രയോക്താവും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് DMK സ്വീകരിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തെ തള്ളിപ്പറയാനായിട്ട് DMK എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നതും സനാതനധർമ്മത്തിനെ എങ്ങനെയാണ് അവരെല്ലാവരും തന്നെ ഇല്ലാതെയാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചും വലിയ ചർച്ചയും കോളിളക്കവും ഒക്കെ ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി DMKയുടെ നല്ല സുഹൃത്താണ്, സ്റ്റാലിൻ്റെ നല്ല സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം EV രാമസ്വാമി നായ്ക്കർക്ക് വേണ്ടി സ്റ്റാലിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഇവിടെ അനാച്ഛാദനം ചെയ്തത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് എന്നത് മറക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ കൂടി ഭാഗമായിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതുവെയുള്ള ചില ചിന്തകളുടെയും ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അസത്യ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അദ്ദേഹം ചെയ്തിരുന്ന, അദ്ദേഹം പറഞ്ഞിരുന്ന, അദ്ദേഹം എഴുതിയിരുന്ന, അദ്ദേഹം വിശദീകരിച്ചിരുന്ന, അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ പലരും പറയുന്നതായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന രീതിയിലേക്ക് വിശ്വസിക്കുന്ന പല ആൾക്കാരിലും അബദ്ധങ്ങൾ, തെറ്റിദ്ധാരണകൾ ഒക്കെ ജനിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കാരണമായേക്കാം. പക്ഷേ ഒരു ആധുനിക സമൂഹം എന്ന രീതിയിൽ, വിവരാവകാശമുള്ള ജനം എന്ന രീതിയിൽ, ഇൻഫർമേഷൻ എന്നത് എല്ലായ്പ്പോഴും ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള നറേറ്റീവുകളിലേക്ക് സ്വയം വീണു പോകാതെ ഇരിക്കാനുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്താണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. അവരുടെ തെറ്റായിട്ടുള്ള കഥകളെയെല്ലാം തന്നെ തുറന്നു കാട്ടാനായി നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. എന്തായാലും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ച രീതിയിലത്തേക്ക് ഒരു ഫ്ലോട്ട് നിർമ്മിച്ചിരുന്ന ആൾക്കാർ ഇന്ന് ശ്രീനാരായണ ദർശനങ്ങൾക്ക് സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നെങ്കിലും അംഗീകരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ, ഗുരുദേവ ദർശനങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും നമ്മൾ തുടർന്നും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം എത്രത്തോളം സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് പൊതുസമൂഹത്തിന് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രി കൂടുതലായി ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.